ഹായ് ഗൈസ്, എൻ്റെ വീട്ടിലെ റംബുട്ടാൻ ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ഷാനാസ് റെയിൽ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് റംബുട്ടാൻ്റെ വിശേഷമാണ്. 4 വർഷമായ പ്ലാന്റാണിത്. ഞാൻ മണ്ണുത്തി നഴ്സറിയിൽ നിന്നാണ് ഈ പ്ലാന്റ് വാങ്ങുന്നത്. കൃത്യം 3 വർഷമായപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഫ്ലവർ ഇട്ടു. അത്യാവശ്യം ഫ്ലവർ ഇട്ടു. ഒരു 300 കായകൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് പാകമായി കിട്ടിയപ്പോൾ വെറും 4 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു. ഇപ്പം 4-ാം വർഷം നിറയില കാണാതെ ഫ്ലവർ ഇട്ടു. പക്ഷേ 80% പൊഴിഞ്ഞുപോയി. എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാളും ഭേദമാണ്. ഒരു 5-6 കിലോയ്ക്കുള്ള റംബുട്ടാൻ എനിക്ക് വിളഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൽ പഴുത്തതാണ് ഞാൻ പറിക്കാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ നന്നായി പഴുത്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. ചെറുതായിട്ട് ചുവന്ന് നമ്മൾ അടത്തിയെടുത്ത് കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും നന്നായി നല്ല ചുവന്നിട്ട് കഴിക്കണം. അപ്പം മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് N18 എന്ന ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ്. മാംസളമായ ഭാഗം നമ്മൾ കഴിക്കുമ്പോൾ സീഡിൽ നിന്ന് വിട്ടുപോരും. സാധാരണ ഗതിയിൽ ചില റംബുട്ടാൻ സീഡിൽ നിന്ന് വിട്ടുവരാൻ വലിയ പ്രയാസമുള്ളതാണ്. സീഡിൽ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സ് പറ്റിയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ടേസ്റ്റിയാണ്. സീഡിൽ നിന്ന് പതുക്കെ നമ്മൾ വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സീഡിൽ നിന്ന് വിട്ടും വരും. ഇപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് കിട്ടിയ പഴങ്ങൾ ചുവന്നിട്ട് പറിക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് വിട്ടിട്ടുണ്ട്, നന്നായി പഴുക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റംബുട്ടാൻ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാം ചോദിക്കും.